ആമേൻ, സ്തോത്രം. സങ്കീർത്തനങ്ങൾ എടുത്ത സിസ്റ്റർ 119 സങ്കീർത്തനത്തിന്റെ 169 വാക്യം വായിച്ചു. 119-ന്റെ 119 169. 169. യഹോവേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ പെരുമാറാകട്ടെ. നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഭക്തൻ പറയുന്നത്, യഹോവേ എന്റെ നിലവിളി തിരുസന്നിധി പെരുമാറാകട്ടെ. എന്നിട്ട് അടുത്ത് പറയുന്നത്, നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ എന്ന്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ബുദ്ധി എന്താന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ യാചകങ്ങളും പ്രാർത്ഥനകളും നമ്മൾ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് കഴിയുമ്പോൾ വചനപ്രകാരം ബുദ്ധി നൽകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വചനത്തെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ പറഞ്ഞേക്കുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തി എന്ന് പറഞ്ഞപ്പം, അല്ല, ഇതൊരു വചനമാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ബുദ്ധി മണ്ഡലം പ്രകാശിക്കാന്ന് വെച്ചാൽ, എന്റെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ആകാശം മാറിയാലും ഭൂതലം മാറിയാലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ട് എന്റെ ദൈവം എന്റെ അപേക്ഷ കേൾക്കും, എന്റെ ദൈവം അത് നിവർത്തിക്കുമെന്ന് നമുക്ക് ആ ഉറപ്പ് നമ്മളിൽ വരുമ്പോഴാണ്, ആ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിയ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇതിനെക്കുറിച്ച് അയ്യോ നടക്കുവോ നടക്കത്തില്ല, കിട്ടുമോ കിട്ടത്തില്ല ചിന്ത വരുത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആരോ സ്റ്റാറ്റസിൽ ഇങ്ങനെ എഴുതിയിട്ടേക്കുന്നത് ഒരു സ്റ്റാറ്റസ് കണ്ടതാണ്. ഹല്ലേലൂയ. ഒരു സിനിമ തിയേറ്ററിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കരമായ രംഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയായിട്ട് ശ്വാസമൊക്കെ ഇട്ടക്കി പിടിച്ചു, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നൊക്കെ ഭയങ്കര, എന്താ പറയാ, അതിന്റെ ക്ലൈമാക്സ് എന്താന്ന് അറിയാൻ എല്ലാവരും ശ്വാസം അടക്കി, ചിലർ കരയുന്നു, ചിലരിങ്ങനെ മിണ്ടാതിരിക്കുന്നു, ചിലര് ഭയങ്കര ഭയത്തോണ്ടിരിക്കുന്നു, വീർപ്പുകൊണ്ടിരിക്കുന്നു ഒക്കെ ഇരിക്കുന്നു. പക്ഷെ അവിടെ ഒരു മനുഷ്യൻ മാത്രം ഭയങ്കര കൂളായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അടുത്തിരുന്നവർ ചോദിച്ചു, നിങ്ങൾക്ക് മാത്രമേ എന്താ ഒരു വ്യത്യാസവും ഇല്ല, നിങ്ങൾ ഭയങ്കര കൂളായിട്ടിരിക്കുന്നു, ഇവിടെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇനി എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞ്, ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അല്ല ഇതിന്റെ തിരക്കഥ എഴുതുന്നത് ഞാൻ, അതുകൊണ്ട് ഇതിന്റെ അവസാനം എന്താന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം അവസാനം എന്താന്ന് അറിയാത്തവർക്കാണ് എന്താ ടെൻഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ കർത്താവ് ഇതുപോലെ തന്നെയാ. കർത്താവാണ് നമ്മുടെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. കർത്താവിനറിയാം നമ്മുടെയൊക്കെ അവസാനം എന്താണ്. അതുകൊണ്ട് നമ്മളെ കുറിച്ച് നമ്മൾ എത്ര കടന്ന് പേളം ഉണ്ടാക്കുമ്പോൾ കർത്താവ് നല്ല കൂളായിട്ടിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കണം, കർത്താവ് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടാ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടേ എന്ന് ചോദിക്കും. കാരണം എന്ന് വെച്ചാൽ അപ്പോഴൊന്നും കർത്താവ് മിണ്ടത്തില്ല. അപ്പൊ കർത്താവ് മൗനമായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ദൈവം മിണ്ടുന്നില്ല, അപ്പൊ ദൈവം പറയാം. പക്ഷെ ദൈവം എന്താ മിണ്ടാതിരിക്കുന്ന വെച്ചാൽ, ഇതിന്റെ അവസാനം എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ നാളെ എന്താണ് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അതുകൊണ്ടാണ് മിണ്ടാതെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വചനപ്രകാരം എനിക്ക് ബുദ്ധി നല്ല. അപ്പൊ കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? എന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിന്മയൊന്നും ചെയ്യാത്ത സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ സ്വർഗീയ പിതാവിൽ നിന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സ്വർഗീയ പിതാവിലാണ് ആശ്രയിക്കുന്നെങ്കിൽ, ആ പിതാവിനെയാണ് അനുസരിക്കുന്നതെങ്കിൽ, പിതാവിന്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷം ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദോഷമൊന്നും സംഭവിക്കും. ഇന്നലെ ഞാനിങ്ങനെ ഡിന്നർ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജോളിയാന്റിയുടെ കൊച്ചുമോൻ എന്നെ വിളിക്കുന്നു, ആഷിർ. വിളിച്ചിട്ട് അവൻ പറഞ്ഞു, ആന്റി ഭയങ്കര സന്തോഷം ആന്റി, ഞാൻ അഭിഷേകം പ്രാപിച്ചതുപോലെ, അതായത് അപ്പൊ ഞാൻ സ്പീക്കറിലിട്ട ഫോൺ ഇങ്ങനെ മേശപ്പുറത്തിരിക്കുകയായിരുന്നു. കാരണം എന്നോട് സംസാരിച്ചു. അപ്പൊ എന്റെ അമ്മ അടുത്തൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. കാരണം അപ്പോൾ അവിടെ നമ്മൾ പറയത്തില്ല, പ്രാർത്ഥിച്ച് വായന ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിനെക്കാട്ടി അധികം ഒരു സന്തോഷം. ഹല്ലേലൂയ. ഈ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന്റെ സന്തോഷമാണ്. അപ്പൊ അവന് വലിയ മാർക്ക് കിട്ടിയതാണോ, അല്ലെങ്കിൽ വലിയ എന്താ പറയാ, വലിയ റിസൾട്ട്, അല്ലെങ്കിൽ കുറച്ച് സമ്പത്ത് കിട്ടിയാണ്, പുതിയ വീട് കിട്ടിയാണ് എന്നതിനെക്കാട്ടിയൊക്കെ ഉപരി ഒരു സന്തോഷം എന്താ? ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. ഈ സന്തോഷം, ഹല്ലേലൂയ, അതൊരിക്കലും അവന്റെ ഹൃദയത്തിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല.
ഹാലിയ നമ്മുടെ സമ്പത്തിനെ പിശാചിന് തൊടാൻ പറ്റുമായിരിക്കും, നമ്മുടെ ആരോഗ്യത്തെ തൊടാൻ പറ്റുമായിരിക്കും, നമുക്ക് ചുറ്റുപാടുമുള്ള സകല നന്മകളെ അവന് തൊടാൻ പറ്റും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കർത്താവിൽ ഒരു സന്തോഷം നമുക്കുണ്ടെങ്കിൽ അതിന് എടുത്ത് കളയാൻ പിശാചിന് സാധിക്കില്ല. അതുകൊണ്ട് ഇവരുടെ വചനപ്രകാരം നമുക്ക് ബുദ്ധി നൽകുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഹാലലൂയ, നമ്മുടെ ആരോഗ്യം പോയാലും ഹാലലൂയ, സമ്പത്ത് പോയാലും വാഹനങ്ങൾ പോയാലും ഭവനം പോയാലും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഹാലലൂയ, അത് ആർക്കും എടുത്ത് മാറ്റാൻ കഴിയാത്തതാണെങ്കിൽ നമ്മൾ പറയും നമ്മൾ വചനത്താൽ ബുദ്ധി പ്രാപിച്ചവരാണ്. ആമേൻ, സ്തോത്ര ഹാലലൂയ. പക്ഷെ ഇന്ന് പിശാചിന് നന്നായിട്ടറിയാം ഹാലലൂയ എന്ത് തന്ത്രം ഇറക്കാൻ നമ്മളെയൊക്കെ ഒതുക്കിയിരുത്താൻ പറ്റുമെന്ന്. അവർ ആ തന്ത്രവുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ടാ അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിലൂടെ ഹാലേലിയ അനേകം നമുക്ക് വേണ്ടി പ്രഭു എഴുതി വെച്ചിരിക്കുന്നു ഹാലേലിയ. അപ്പൊ നമ്മൾ പക്ഷെ എന്നാലും ഹാലേലിയ പലപ്പോഴും വീണു പോകാറുണ്ട്. സങ്കീർത്തനക്കാരൻ ഒരിടത്ത് പറയുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തെ അവരുടെ മുഖവും ലജ്ജിച്ചു പോയതും ഇല്ല. അപ്പൊ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ഇതുവരെ ആരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ ഇനിയുള്ളവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, അവിടെ എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നീ എന്നെ നോക്കിക്കഴിഞ്ഞാൽ, എന്നെ നോക്കി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസനായനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവാണ്. പൂർത്തി വരുത്താൻ നോക്കുന്ന യേശു എന്നല്ല, ശ്രമിക്കുന്ന യേശു എന്നല്ല, പൂർത്തി വരുത്തി നമുക്ക് കാണിച്ചു തന്ന, സകല നിവർത്തിയായി എന്ന് പറഞ്ഞ് സകല നിവർത്തിയാക്കി കാണിച്ചു തന്ന കർത്താവ് യേശു ക്രിസ്തു. ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ ഓട്ടമെങ്കിൽ, ആ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ യാത്രയെങ്കിൽ നമ്മളും പൂർത്തീകരിക്കും ചിലതൊക്കെ. ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഒരു വചനഭാവം ഇന്നലെ രാത്രി വായിച്ചപ്പോഴത്തേന് കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള ഹാലേലിയ, പീഡാസഹനത്തിന് മുമ്പുള്ള രാത്രിയിൽ ഹാലേലിയ, അന്നത്തെ ദിവസം പീഡാസഹനത്തിൽ പിടിക്കപ്പെടുന്ന തൊട്ട് മുമ്പുള്ള ദിവസം ശിഷ്യന്മാരെയും കൂട്ടി കെദ്രോൻ തോന്നുന്ന അക്കരെയുള്ള തോട്ടത്തിലേക്ക് കർത്താവ് കടന്നു പോകുന്ന ഭാഗം ഞാൻ വായിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ കർത്താവ് സഹിക്കാൻ അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് അല്ലെ അനുഭവിക്കാനുള്ളത് എല്ലാം തിരിച്ചറിഞ്ഞ് ലൂക്കോസിന്റെ സുവിശേഷം നടക്കും സിസ്റ്റർ, 24 അധ്യായം എനിക്ക് തോന്നുന്നു, അല്ല 18 അധ്യായം. അതിനകത്ത് പറഞ്ഞ് യേശു തനിക്ക് നേരിടുവാൻ എല്ലാം അറിഞ്ഞു പുറത്തിയെന്ന് നിങ്ങൾ ആരെ തിരയുന്നെന്ന് അവനോട് ചോദിച്ചു. ഹാലേലൂയ. അപ്പൊ യേശു ഹാലേലൂയ, 18-4 വാക്കഴിഞ്ഞവര് യേശു എന്താ തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞിട്ട്, ഹലോ, അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ എനിക്ക് യോഹന്നാന്റെ സുവിശേഷം 18 ലൂക്കോസ് അല്ല, സോറി കേട്ടോ, എനിക്കെപ്പോഴും ലൂക്കോസിന്റെ അല്ല, യോഹന്നാൻ സുവിശേഷം 18 അധ്യായത്തിലെ 4 വാക്യം മതി. യേശു തനിക്ക് നേരിടുവാനെല്ലാം അറിഞ്ഞു പുറത്തുനിന്ന് നിങ്ങൾ ആരെ തിരിയുന്നെന്ന് അവരോട് ചോദിച്ചു. എന്താ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി യൂദായും ഒരു കൂട്ടം ആൾക്കാരും വന്നേക്കുക. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു തനിക്ക് നേരിടുവാനുള്ളത് അറിഞ്ഞിട്ട് പുറത്തു ചെന്ന് അവരോട് ചോദിക്കുക, നിങ്ങൾ ആരെ തിരയുന്നു? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ തിരിച്ച് അറിഞ്ഞ് തന്നെ വേണം അതിനെ ഫേസ് ചെയ്യാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ, അല്ലെ വരാൻ പോകുന്നു എന്ന് ദൈവം പറയുമ്പോൾ, നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, ഒരു കഷ്ടത വരുമെന്ന് നമ്മളെ കാണിക്കുമ്പോൾ, അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ധൈര്യത്തോട് ഫേസ് ചെയ്യണം. അല്ലാതെ കരഞ്ഞു അയ്യോ അയ്യോ എനിക്ക് വന്നേന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ചിരിക്കുന്നവരായിട്ടല്ല. അവിടെ കർത്താവ് യേശുക്രിസ്തു അവിടേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ വ്യക്തിയാണ് വേറെടുത്ത് പറയുന്നത്, ഇത് ഇരുട്ടിന്റെ ശക്തികളുടെ നാഴികയാണ്. എന്ന് വെച്ചാൽ ഇരുട്ടിന്റെ അധികാരം ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്, ദൈവം അനുവദിച്ചു കൊടുത്ത്. ഈ ഇരുട്ടിന്റെ അധികാരത്തിന്റെ മണിക്കൂറുകളെ മാറ്റിവിടാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ അതിലൂടെ കടന്നുപോയേ പറ്റുള്ളൂ. യോബിന്റെ ജീവിതത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് യോബിന്റെ ജീവിതത്തിലും ഒരു ഇരുട്ടിന്റെ ഹാലേലി അധികാരം ഉണ്ടായിരുന്നു. ഹാലേലി അത് ദൈവം അനുവദിച്ചു കൊടുത്തിരുന്നു. അതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും ചില ഇരുട്ടിന്റെ അധികാരത്തെ ദൈവം അനുവദിച്ചു കൊടുക്കും. പക്ഷെ ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിന് ഓടി ഒളിച്ചു പോയി മറിഞ്ഞിരിക്കുകയല്ല, അതിനെ ധൈര്യപൂർവ്വം മുൻപിലേക്ക് ചെന്ന് നിന്ന് ഫേസ് ചെയ്യണം. കാരണം എന്താ, ദൈവത്തിന്റെ വചനം നമുക്ക് ബുദ്ധി ഉപദേശിക്കും, വചനം നമുക്ക് ബുദ്ധിമണ്ഡലത്തെ പ്രകാശിക്കും. നമുക്കറിയാം ഈ ലോകത്തിലെ സകല അന്ധകാര ശക്തി ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നാലും എന്നെ തൊടാനായിട്ട് മേളിൽ നിർത്തും പെർമിഷൻ കൊടുക്കാതെ സാധിക്കത്തില്ല.
ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് യേശു ക്രിസ്തു മുമ്പിലേക്ക് ചെന്ന് നിന്ന് ആ ഭാഗം ഒന്ന് വായിക്കും സിസ്റ്ററെ, താഴോട്ട് 4 തുടങ്ങിയിട്ട്. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസ്രായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോടുകൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ആമേൻ. നിങ്ങൾ ആരെ മതി മതി സിസ്റ്റർ, മതി. അവിടെ പിന്നെ വായിക്കാം. അല്ലെ വായിച്ചോ, താഴെ 10 9 9 വരെ വായിച്ചു. 9 അല്ല 11 വരെ വായിച്ചു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസിനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തു കളഞ്ഞു. ആ ദാസിന് മൽക്കോസ് എന്ന പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദിച്ചു കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. തനിക്ക് നേരിടുവാനുള്ളത് അറിഞ്ഞിട്ട് തന്നെ പുറത്ത് ചെല്ലുകയാണ്. ഹല്ലേലൂയ. യൂദാസ് കൂടെ കൊണ്ടുവന്നിട്ടത് അറിഞ്ഞ് തന്നെ പുറത്ത് ചെല്ലുന്നത്. ഹല്ലേലൂയ. എനിക്ക് എന്നെ ഉറ്റു കൊടുക്കുമെന്ന് അറിഞ്ഞ് തന്നെ, അല്ലെ എന്നെ ഇപ്പൊ പിടിക്കും, അവർ കെട്ടും, കൊണ്ടുപോകും. ഹല്ലേലൂയ. സകലവിധ പീഡകളിലൂടെ ഞാൻ കടന്നു പോകണം. അല്ലെ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പുറത്ത് ചെന്നിട്ട് ചോദിക്കും, നിങ്ങൾ ആരെ തിരയുന്നു? ഹല അവര് പറയും, ആമീൻ ഹല്ലേലൂയ, നസറനായ യേശുവിനെയാണ് അവർ തിരയെന്ന് പറയും. അത് അവർ പറഞ്ഞപ്പോഴത്തേന് ഞാൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നിങ്ങൾ തിരയുന്ന വ്യക്തി ഞാൻ തന്നെയാ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ മറഞ്ഞിരിക്കുകയോ ഹൈഡ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി അല്ല. കർത്താവ് യേശു വെളിപ്പെടുത്തുക. അപ്പൊ കർത്താവ് യേശു വായന്ന് അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോ വന്നവരെല്ലാം ദേ കിടക്കും. ഹല്ലേലൂയ. നമ്മൾ പൈശാചിക ശക്തികളെ ഭയപ്പെട്ട് മാറിയിരിക്കുന്നവരല്ല. നമ്മൾ ധൈര്യപൂർവ്വം മുമ്പിലേക്ക് ചെന്ന് നിൽക്കാമെന്ന് ഞാൻ പറയും, ഒരൊറ്റ പിശാച് നേരെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നിൽക്കാൻ അവന് പറ്റും. നമ്മളുടെ മേൽ ദൈവം അധികാരം കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അവന് എൻട്രി ചെയ്യാൻ ഒരു എൻട്രി കിട്ടുന്നത്. പക്ഷേങ്കില് ഈ എൻട്രിയുമായിട്ട് അവൻ വരുമ്പോൾ നമ്മൾ ഒളിച്ചിരിക്കുന്നവരാകരുത്. നമ്മൾ ധൈര്യപൂർവ്വം അവന്റെ മുമ്പിലേക്ക് നിന്ന് അവന് ഭയങ്കര ഭയമുണ്ടാകും, അവൻ വിറയലുണ്ടാകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെക്കാട്ട് ശക്തരാ ഈ നിൽക്കുന്നവരെന്ന് അവനറിയും, നമുക്കറിയത്തില്ലെങ്കിലും. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നേ? ആമീൻ ഹല്ലേലൂയ. ലോകത്തിനുള്ളതിനേക്കാൾ വലിയവൻ എവിടെയാ ഉള്ളേ? നമ്മളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ വചനം നമ്മളിലുണ്ടെങ്കിൽ, ഈ വചനം നമുക്ക് ബുദ്ധി മണ്ഡലത്തെ പ്രകാശിക്കുമെങ്കിൽ, ഏത് അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങൾ മുമ്പിൽ വന്ന് നിന്നാലും നമ്മൾ ഭയപ്പെടുന്നവരായി മാറത്തില്ല, നമ്മുടെ മുട്ടിടിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം ഇത് മാറിപ്പോടെ പോ പിശാചേ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പേടിയോട് ഇരിക്കത്തില്ല. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പിശാച് നമ്മൾ ആരാണ് തിരിച്ചറിയ? യേശുക്കത്തോടെ പറഞ്ഞത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് ചെന്ന് നിൽക്കാമെങ്കിൽ താഴെ വീഴുക തന്നെ ചെയ്യും. ആരാ തിരിച്ചറിഞ്ഞു? അവിടെ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് രണ്ടാമത് വീണ്ടും പറയുമ്പോൾ കർത്താവിനറിയാം ഇങ്ങനെ പറഞ്ഞ ഇവരെന്നെ പിടിക്കത്തോ ഇല്ല, കൊണ്ടുപോകത്തോ. പക്ഷെ കർത്താവ് അപ്പോൾ ഹല്ലേലൂയ ആ ദൈവികത്വം എല്ലാം മാറി ശരിക്കും സാധാ മനുഷ്യനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട്. അപ്പൊ ഞാൻ പറയും എപ്പോഴും കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവിനെ അവർക്ക് പിടിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാതെ മരണത്തിന് കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് കർത്താവ് മറ്റല്ല ആർക്കും കർത്താവിനെ കൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദേഹത്തേക്ക് ഒരു ചാട്ടവാറ് വീശാൻ കരം പൊക്കാൻ ആർക്കും സാധിക്കില്ല, കർത്താവ് സ്വന്തമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാതെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ എന്തെങ്കിലും പ്രവർത്തികൾ നടക്കുന്നുണ്ടോ എങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മുടെ നേരെ ഒരു വിരൽ ചൂണ്ടുവാനോ നമ്മളെ കുറിച്ചൊരു കുറ്റം പറയുവാനോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവര് തടയുവാനോ ആർക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇത് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ബുദ്ധി എന്താ പറയാ, യഹോവ എന്റെ നിലവിളി തിരിച്ചു പെരുമാറും, നിന്റെ വചനപ്രകാരം എനിക്ക് ബുദ്ധി നൽകണമേ. ആ വചനപ്രകാരമുള്ള ബുദ്ധി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമുക്ക് തിരിച്ചറിവുണ്ടാകും. എന്താണ് എന്റെ ദൈവം അനുവദിച്ചിട്ടാണ് എനിക്ക് ഇത് വന്നിരിക്കുന്നത്. ഇതെന്തിനു വന്നു എന്ന് ചോദിച്ചാൽ എന്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് വന്നിരിക്കുന്നത്. എന്നെ ദൈവത്തിന് കൊള്ളാകുന്നവനാക്കി മാറ്റുവാൻ വേണ്ടി ഇതൊരു ചെറിയൊരു പരീക്ഷ എന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാനിത് പാസ്സായി വേണം എനിക്ക് അപ്പുറത്തേക്ക് കടന്നാൽ എന്തോ പുതിയത് എനിക്കൊന്ന് പ്രാപിക്കാനുണ്ട്. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മൾ കരഞ്ഞുകൊണ്ട് കർത്താവേ ഇതെപ്പോ മാറും, കർത്താവ് ഇതെപ്പോ മാറും, കർത്താവ് ചോദിച്ചു. ഇസ്രായേൽ ജനം മരിപ്പൂ യാത്രയിലൂടെ കടന്നു പോയപ്പോൾ അവർ പിറുപിറുത്തതുപോലെ, എപ്പോഴും പരാതി പറഞ്ഞതുപോലെ നമ്മൾ പിറുപിറുപ്പും പരാതിയുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും വാഗ്ദത്ത ദേശത്തേക്ക് കടക്കാൻ കഴിയില്ല. എബ്രായലേഖൻ പറഞ്ഞേക്കുന്ന അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കാൻ അത് ആർക്കെങ്കിലും ലഭിക്കാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. നമുക്ക് ആ സ്വസ്ഥത എന്ന് പറയുന്ന ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. എവിടെയാ ആ സ്വസ്ഥത? ഞാൻ പറഞ്ഞത് മരിച്ച ശേഷം പോകുന്ന സ്വസ്ഥതയിലേക്കല്ല, നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിന് സമാധാനമില്ല. നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഈ വചനത്തിന്റെ ബുദ്ധി നമ്മൾ ഉണ്ടായിട്ടും നമുക്ക് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടും ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടുമാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാകാത്തത്. മറ്റിടത്ത് ലേഖകൻ പറയുന്നേ, കഷ്ടതെന്ന് സഹിഷ്ണും, സഹിഷ്ണും സിദ്ധയും, സിദ്ധയെന്ന് പ്രത്യാശയും, പ്രത്യാശ എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ആ വിശ്വാസം നമ്മൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഏത് സാഹചര്യത്തിലും നമുക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഭയപ്പെടണം. എന്താ? നമ്മുടെ വിശ്വാസത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ദൈവ ആശ്രയത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ വചനത്തിന്റെ ബുദ്ധി നമ്മളിലേക്ക് പ്രകാശിക്കുന്നില്ല. വചനത്തിന്റെ ബുദ്ധി നമ്മൾ പ്രകാശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സാഹചര്യത്തിലും സ്വസ്ഥമായി. അപ്പൊ ദാവീദ് പറയുന്ന പോലെ കുരിലിന്റെ താഴ്വരയിൽ കൂടെയാണോ ഞാൻ നടക്കുന്നത്, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ആടിയിൽ എന്ന പടകിലാണോ ഞാൻ ഇരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. എന്നെ നിർത്തിയിരിക്കുന്നത് മണ്ണിന്മേൽ പണിത വീട്ടിന്റെ പുറത്തേലല്ല ഞാൻ നിൽക്കുന്നത്, പാറമേൽ അടിസ്ഥാനമിട്ട ആ പാറമേലാണ് എന്നെ നിർത്തിയേക്കുന്നെങ്കിൽ, ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ എത്ര വൻ കാറ്റടിച്ചാലും പെരുമഴ പെയ്താലും തിരമാല ആർത്തലച്ച് വന്ന് അടിച്ചാലും അതിനൊരു കുലുക്കം വരുന്നില്ല. ഇന്നീ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശത്തിന് ബുദ്ധിക്കായിട്ട് നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ പ്രകാശിപ്പിക്കാൻ ഞാൻ തന്നിരിക്കുന്ന വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ, ആ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, വചനത്തിൽ ആ ശക്തിയാൽ നിങ്ങൾ മുൻപോട്ട് പോകുമെങ്കിൽ നിങ്ങളെ തകർത്തുകളെ, നിങ്ങളെ കുലുക്കാനോ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഡൗട്ട് ഇടാൻ പോലും ഒരു പിശാചിനും സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് എന്താ പ്രാർത്ഥിക്കേണ്ടത് വെച്ചാൽ, ദൈവമേ വചനത്താൽ എന്റെ ബുദ്ധി ഒന്ന് പ്രകാശിപ്പിക്കണമേ. പലപ്പോഴും ആ ബുദ്ധി എന്നിലേക്ക് വരുന്നില്ല. മാനുഷികമായ ബുദ്ധി ലോകപരമായ ബുദ്ധി എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തുടങ്ങി എനിക്ക് ആ ലോകപരമായ ബുദ്ധി എന്നെ ഭരിക്കേണ്ട, ദൈവത്തിന്റെ വചനത്താൽ പ്രകാശനം ലഭിക്കുന്നവരായി മാറണം. ആ വചനം എന്നെ ഭരിക്കണം, വചനം എന്നെ ഗൈഡ് ചെയ്യണം, വചനം എന്നെ നടത്തണം. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലും ദീപം പാതയ്ക്ക് പ്രകാശമായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുന്ന വഴികളിലെല്ലാം അത് ദീപമായി പ്രകാശമായി നമുക്ക് നിൽക്കി. എപ്പോഴാ? നമ്മൾ വചനത്തിൽ തന്നെ രസിക്കുന്നവരായി മാറുമ്പോൾ. സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് ചിലപ്പോൾ അത്ഭുതം, നീ എന്താ പറയാ, വചനത്തിൽ തന്നെ രസിച്ചുകൊള്ളും. ബാക്കി എവിടെയാന്ന് എനിക്കറിയത്തില്ല. വചനത്തിൽ തന്നെ രസിച്ചാൽ നമ്മുടെ പലരും ചിലപ്പം പാട്ട് പാടുമ്പോൾ രസിക്കുമായിരിക്കും, സിനിമ കാണുമ്പോൾ രസിക്കുമായിരിക്കും, മറ്റെന്തെങ്കിലും പല എന്റർടൈൻമെന്റും അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് അതൊക്കെ രസമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായി തോന്നും. അപ്പൊ ഇവിടെ പറയുന്ന ഈ ദൈവത്തിന്റെ വചനത്തിൽ രസിക്കണം. ഈ വചനം വായിക്കുമ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞു ഒരിക്കൽ ഒരു ദിവസം പറഞ്ഞു ഒരു സഹോദരൻ, നമ്മുടെ ഒരു സഹോദരനോട് പറയുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥന അതൊക്കെ വലിയ സന്തോഷമൊക്കെ, ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ ബ്രദർ, ഇടയ്ക്കൊക്കെ ഒരു എന്റർടൈൻമെന്റിനൊക്കെ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ ഷെയർ ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് പറയണം, ദൈവത്തിന്റെ വചനത്തിന്റെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം ഒരു റെവലേഷൻ തരുമ്പോൾ ദൈവം നമ്മളോടൊന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഈ ലോകത്തിൽ എത്ര രൂപ കൊടുത്ത് എത്ര വലിയ മോളിപ്പോയാലും എത്ര വലിയ പാർട്ടി പോയാലും കിട്ടാത്തൊരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. കാരണം ഭയങ്കര ലോകമൊക്കെ പിടിച്ചിരുന്ന ആഷിർമോന്റെ കാര്യം തന്നെ,
അഭിഷേകം പ്രാപിച്ച അവന്റെ സന്തോഷം, കാരണം അവൻ വിളിച്ചു പറയാ ആന്റി അഭിഷേകം. കാരണം എന്താ ഈ സന്തോഷം വന്നതിന്റെ കാരണം? ഹാലലി, അത് ആത്മീയമായ സന്തോഷത്തെ ലോകക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. ആമേൻ. കാരണം അത് ലോകത്തിന്റെ എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട. പലരും കാശ് മുടക്കി, കയ്യില് ലക്ഷങ്ങൾ മുടക്കി അവിടെ ഇവിടെ ഓടി നടക്കുക സന്തോഷം കണ്ടെത്താൻ വേണ്ടി. ഞാൻ ചോദിക്കുന്ന, വലിയൊരു സ്ഥലത്ത് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയി വിസിറ്റ് ചെയ്ത്, സ്ഥലങ്ങളിലൊന്നും പോണ്ടെന്ന് ഞാൻ പറയുകയല്ല, പക്ഷെ പോയി വിസിറ്റ് ചെയ്ത് വലിയ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാനൊക്കെ പണ്ട് ഇവിടുന്ന് ട്രിപ്പ് പോകുമ്പോൾ തന്നെ എനിക്കറിയാം, ഇവിടുന്ന് അങ്ങോട്ടും 4 ദിവസം 5 ദിവസം ട്രിപ്പൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഭയങ്കര ആവേശം അല്ലേ? നമ്മളൊക്കെ ട്രിപ്പ് പോയിട്ടുള്ള ആൾക്കാരാ, ഭയങ്കര ആവശ്യം. അവിടെയൊക്കെ ചെന്ന് പിന്നെ എങ്ങനെയും തിരിച്ചൊന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതി. കാരണം ആവേശം സന്തോഷമൊക്കെ പോകും 2 ദിവസം കഴിയുമ്പോഴത്തേന്. പിന്നെ അയ്യോ എപ്പോ വീട്ടിലെത്തി ഇതാണ് ഹാലയിലെ. പക്ഷേങ്കില് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ രസിക്കാൻ തുടങ്ങിയാൽ അത് ആവേശം പോകുന്നതല്ല, ആവേശം കൂട്ടുന്നതാണ്. ഹാലലൂയ. ചില കുഞ്ഞുങ്ങളൊക്കെ എന്നോട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ആന്റി ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മ എന്നോട് ഇങ്ങനെ ഇടപെട്ട്, ഞാൻ ട്രെയിൻ ചെയ്തപ്പോൾ ദൈവാത്മ ഇങ്ങനെ പറഞ്ഞു. ഹാലു, ഞാൻ ചിലപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ വചനം വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ അവരെ ദൈവം ഹാലിലെ അവരോട് ദൈവം സംസാരിച്ചു തുടങ്ങുമ്പോൾ, അവര് ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കുമ്പോൾ അവർക്ക് ദൈവത്തെ കുറിച്ചൊരു ഭയമുണ്ട്. കാരണം ദൈവം ഉണ്ട് എന്നും അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്, നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്ന ദൈവമാണെന്നൊക്കെ. പിന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ വചനത്തിൽ തന്നെ കൂടുതൽ രസിക്കാൻ തുടങ്ങും. കാരണം വെച്ചാൽ ദൈവത്തിന്റെ ഗുഡ് ബുക്കിലേക്ക് കയറാൻ അവർ ശ്രമിച്ചു തുടങ്ങുന്നു. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അല്ലെ മർമ്മങ്ങൾ ആർക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നു ചോദിച്ചാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തോട് ദൈവത്തിന് വിശ്വാസമുള്ളവർക്ക്, ദൈവത്തിനോട് പറ്റിയിരിക്കും, ദൈവത്തിനോട് അവൈലബിൾ ആയിരിക്കുന്നവർക്ക് ഹാലയിലെ പല കാര്യങ്ങളും ദൈവം ഏൽപ്പിക്കുന്നു. അപ്പം നമ്മളപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവശബ്ദമൊക്കെ കേട്ടു തുടങ്ങും. പിന്നെ അവര് ഹാലയിൽ അതിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് അതിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങും. കാരണം അവർക്ക് ഒരു റെവലേഷൻ കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് ദൈവം സംസാരിച്ചും പിന്നെ അടുത്ത കേൾക്കാനായിട്ട് ആവേശമാകും. ഹാലേലിയ. അപ്പോൾ അവരുടെ ലോകപരമായുള്ള സമയങ്ങളെയൊക്കെ അവർ കട്ട് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്ത് ഹാലേലിയ അവർ ഇതിലേക്ക് എത്താൻ തുടങ്ങും. ഇന്നലെ ഞാൻ സഭയിൽ ശുശ്രൂഷിച്ച ഹാലേലിയ വചനം, ഹാലേലിയ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. ബിലെയാമിന്റെ ഉപദേശത്തെ പിടിച്ചുകൊള്ളുന്ന ചിലർ ഇവിടെ ഉണ്ടെന്നുള്ള ഭാഗമാണ്. ഹാലേലിയ ഇന്ന് പല സഭയ്ക്കുള്ളിലും നമ്മൾ കാണുന്ന ബിലെയാമിന്റെ ഉപദേശമാണ്. ബിലെയാമിന്റെ ഉപദേശം എന്താ വെച്ചാൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ എങ്ങനെ തെറ്റിക്കാം എന്നായിരുന്നു ബിലെയാം ഉപദേശിച്ചു കൊടുത്തത്. കാരണം ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനത്തെ ഹാലേലി ആരൊക്കെ എത്ര ശ്രമിച്ചാലും ശാപത്തിന് കീഴാക്കാൻ കഴിയില്ല എന്ന് ബിലെയാമ് തന്നെ പറയുന്നുണ്ട്. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ഹാലേലി ദൈവം ശപിക്കാത്തവനെ ശപിക്കാനായിട്ട് ദൈവം ഹാലേലി അനുഗ്രഹിച്ച് നിർത്തിയേക്കുന്നവന്റെ അനുഗ്രഹത്തെ തടയാനായിട്ട് ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കില്ല. പക്ഷെ ഒന്നിന് സാധിക്കുന്ന ബിലെയാമിനറിയായിരുന്നു ഹാലേലി. കാരണം ഇത് പ്രമാണമുള്ള ജനം, ഇത് ദൈവത്തിന്റെ സ്വന്തം ജനം. അപ്പോൾ അവരെ ശപിക്കണമെങ്കിൽ, അവരെ ശാപത്തിന് കീഴാക്കണമെങ്കിൽ ഈ പ്രമാണത്തിൽ നിന്ന് അവരെ തെറ്റിച്ച് കളയണം. അതിന് വേണ്ടത് ഉപദേശം ബാരാക്കിന് കൊടുത്തിട്ടാണ് ബിലെയാം പോയത് അവിടുന്ന്. ഹാലേലിയ. അതാണ് അവര് പിന്നെ അവര് മൊബൈൽ സ്ത്രീകളുമായി ചേർന്ന് പരസംഗം ചെയ്തു തുടങ്ങി. അവരെ വിഗ്രഹങ്ങളെ നമസ്കരിക്കാൻ തുടങ്ങി, വിഗ്രഹാർപ്പിതം കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ പലതിലേക്ക് അവര് ഹാലേലൂയ തെറ്റിപ്പോവാൻ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ദൈവത്തിന്റെ കോപം, യഹോവയുടെ കോപം അവരുടെ മേൽ വന്നു. ഹാലേലി. അപ്പൊ ദൈവത്തിന്റെ കോപത്തിന് കീഴിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഉപദേശിച്ചത്. ഇന്നും നമ്മൾ സഭയ്ക്കുള്ളിൽ പലയിടത്തും കാണുന്ന ഉപദേശങ്ങൾ അത് തന്നെയാണ്. കാരണം അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. ഹാലില്ല അവിടെയെല്ലാം ഒരു കോംപ്രമൈസിങ് മെന്റാലിറ്റി കാണുന്നത്. ദൈവത്തിന്റെ വചനത്തിന് കോംപ്രമൈസ് ഇല്ല, ദൈവത്തിന്റെ വചനത്തിന് ഓപ്ഷൻസ് ഇല്ല. ദൈവത്തിന്റെ വചനം അത് ദൈവത്തിന്റെ വചനം തന്നെ. അത് പറയാൻ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താൻ ആർക്കും സാധിക്കില്ല. ഹാലയില് ദൈവത്തിന്റെ വചനം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റില്ല. ഇന്ന് ലോകത്തിന്റെ അതിപ്രസരമാണ് നമ്മുടെ സഭയ്ക്കുള്ളിൽ കാണുന്നത്. കാരണം ലോകക്കാരെയും നമ്മളെ കൂടെ നോക്കിയ ഒരു വ്യത്യാസവും ഇല്ല. നടപ്പിൽ വ്യത്യാസമില്ല, ഡ്രസ്സിൽ വ്യത്യാസമില്ല, സംസാരത്തിൽ വ്യത്യാസമില്ല, പ്രവൃത്തിയിൽ വ്യത്യാസമില്ല, ഒന്നിലും വ്യത്യാസമില്ല. ഹാലേലിയ. പിന്നെ എങ്ങനെയാണ് നമ്മൾ സ്വന്തം ജനമെന്നും വേറിട്ട ജനമെന്നും ഹാലേലിയ പറയാൻ കഴിയുന്നത്? ഇതെന്താന്ന് വെച്ചാൽ ഇതൊരു പൈശാചിക തന്ത്രമാണ്.
ഇന്ന് സഭകൾക്കുള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ സഭയ്ക്കുള്ളിൽ ഇരിക്കുന്ന 2 മണിക്കൂറോ 3 മണിക്കൂറോ പോലും അവരുടെ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെക്കാനോ ഒന്ന് സൈലന്റ് ഇടാനോ പോലും കഴിയത്തില്ല. ഞാൻ പ്രസംഗിക്കാൻ മൈക്കെടുത്ത് അപ്പം ഞാൻ പറയും എല്ലാവരുടെയും മൊബൈൽ സൈലന്റ് ആക്കുക, അല്ലെ സ്വിച്ച് ഓഫ് ആക്കുക, അല്ലാതെ മൊബൈൽ ഉപയോഗിക്കണം എന്നുള്ളവരെല്ലാം പുറത്തു പോകാൻ പറയും. ഞാൻ പ്രസംഗിക്കുന്ന സമയം ഞാൻ പറയും, എനിക്ക് അനുവദിച്ചു തരുന്ന 1 മണിക്കൂറാണെങ്കിലും 2 മണിക്കൂറാണെങ്കിൽ ആ സമയം ഇത്രയും എന്റെ സമയമാണ്. അവിടെ ഞാൻ പറയുന്നത് ഇവിടുത്തെ പാസ്റ്റ് ചിലപ്പോൾ അനുവദിക്കും, പക്ഷെ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, ഓഫ് ചെയ്യിക്കും. കാരണം ഞാൻ പലപ്പോഴും കാണണം മെസ്സേജ് പറഞ്ഞ് ദേവദാസം വരെ ശുശ്രൂഷ വയ്ക്കുമ്പോൾ ആരാധിച്ചെല്ലാം ഇങ്ങനെ കയറുമ്പോൾ ഒരാളുടെ മൊബൈൽ കിണി ആയിരിക്കും. ആ അന്തരീക്ഷം മൊത്തം ഡിസ്റ്റർബ്ഡ് ആകും. ഞാൻ ആദ്യം അതുകൊണ്ട് മൈക്കെടുത്ത് പറയുന്ന കാര്യമാണ്, എല്ലാവരും മൊബൈൽ സൈലന്റ് ആക്കിക്കോണം, അല്ലെ സ്വിച്ച് ഓഫ് ആക്കിക്കണം. ഇനിയിപ്പോൾ മൊബൈൽ എനിക്ക് സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റത്തില്ല, സൈലന്റ് ആക്കാനും എനിക്ക് അത്യാവശ്യം കോൾ വരണ്ട്, ശരി കുഴപ്പമില്ല, നിങ്ങൾ ആദ്യം ഇറങ്ങി പുറത്തു പോകും, ഇരിക്കുന്നവരിരുന്നാൽ മതി ഇവിടെ. ഹാലേലൂയ. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ പോലും ഞാൻ പറയാം ഇങ്ങനെ ഓരോ പൈശാചിക തന്ത്രങ്ങൾ കയറിയിട്ട് ജനം വിടുവിക്കപ്പെടാതെ വിടുതലിലേക്ക് വരാൻ സാധിക്കാതെ വണ്ണം അവരെ തകർത്തുകൊണ്ടിരിക്കും. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇവ മക്കളെ എടുത്തു കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും കഷ്ടതയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും രോഗവും ഒക്കെയാണ്. സഭ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് ദൈവത്തിന്റെ വചനം പറയും. നമ്മളത് വിശ്വസിക്കുന്നെങ്കിൽ യേശു കർത്താവിന്റെ ശരീരത്തിന് ബലഹീനതയിൽ ഇരിക്കാൻ കഴിയത്തില്ല, രോഗത്തിന് ഇരിക്കാൻ കഴിയത്തില്ല, ശാപത്തിന് ഇരിക്കാൻ കഴിയത്തില്ല, പാപത്തിന് ഇരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് യേശുവിന്റെ ശരീരമാകുന്ന സഭയായ നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ കയറി ഇരിക്കുന്നു എങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തോ യേശുവിന്റെ ശരീരത്തോട് കൂടെ യോജിച്ച് നിൽക്കാൻ പറ്റാത്തവണ്ണം എന്തോ ഒരു കുഴപ്പമുണ്ട്. മറ്റടുത്ത ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് അതിന്മേൽ ആണിക്കല്ലും മൂലക്കല്ലും ചേർത്ത് പണിയുന്ന പവനമാണ് നമ്മൾ. ഞാൻ പറഞ്ഞെപ്പോഴേ പറയും, ഇതിന് ഇടയ്ക്ക് കൊണ്ട് തെർമോക്കോൾ വെച്ച് പണിയത് ശരിയാവോ സിസ്റ്ററെ? ഇല്ല. ഒരു വൈക്കോൽ വെച്ച് പണിത് ശരിയാകും? ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊരു ശോധന ചെയ്യുന്നൊരു സമയമുണ്ട്, തീയിലേക്ക് എടുത്ത് ഇടരുത്. ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ കത്തിപ്പോവും. അപ്പൊ നമ്മൾ കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ ശരീരത്തിന് അവയവങ്ങളായി മാറുന്നെങ്കിൽ ആ ശരീരം എന്തുകൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിർമ്മിച്ചതായിരിക്കണം നമ്മുടെ ശരീരം. കർത്താവ് യേശുക്രിസ്തു എന്തിനാ ഉളവാകുന്ന? വചനത്താൽ ഉളവായി. ഹല്ലേലൂയ. ആ വചനം ഗർഭം വചനത്താൽ ഉളവായി. നമ്മൾ ഓരോരുത്തരും വചനമാണ് കർത്താവ് യേശുക്രിസ്തുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ച വചനത്താലാണ്. ആ വചനത്താൽ തന്നെ നിലനിൽക്കുന്നവർ, ആ വചനം തന്നെ ആയിരിക്കണം നമ്മളെ നിലനിർത്തേണ്ടത്. അപ്പൊ അങ്ങനെ നിലനിൽക്കാത്തത് എന്താ സംഭവിക്കാന്ന് വെച്ചാ, ഒരു ചീഞ്ഞ മീൻ സകല മീനിനെ നാട്ടിക, അല്ലെങ്കിൽ തൈലക്കാരന്റെ തൈലത്തെ ചത്ത ഈച്ച നശിപ്പിക്കുന്ന പറയുന്ന പോലെ ഇതുപോലെ ഇന്ന് സഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമുക്കൊക്കെ ബുദ്ധി മണ്ഡലത്തെ പ്രകാശിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം തന്നെ വേണം. അത് ഓരോ കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇത് വചനപ്രകാരമുള്ളതല്ല, ഇത് വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല, ഇതെനിക്ക് ചെയ്യാൻ പാടില്ല, ഇതിനോട് ഞാൻ നോ പറയണമെന്ന് നമുക്ക് ബുദ്ധി മണ്ഡലത്തെ പ്രകാശിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ, അത് വേണ്ടെന്ന് പറയാൻ, നോ പറയാനും സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം കർത്താവ് യേശുക്രിസ്തു ആ വരുവാനുള്ള തിരിച്ചറിവ് തന്നെ മുമ്പിലേക്ക് ഇറങ്ങി നിന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ മേൽ ഒരുക്കുന്ന പദ്ധതികളെ തിരിച്ചറിയണം. അത് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ മാത്രമേ വചനം നമുക്ക് ബുദ്ധി പ്രകാശിക്കുമ്പോഴാണ് അവിടെ ഭക്തൻ പറയുന്ന പോലെ എന്താ പറയുന്നത്, എന്റെ നിലവിളി തിരുസന്നിധി പെരുമാറുക. അപ്പൊ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഒരു നിലവിളി, ഒരു യാചന, ഒരു അപേക്ഷ, ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തിരുസന്നിധിയിലേക്ക് എത്തും എന്ന് നമുക്ക് ഉറപ്പ് വേണം. നമ്മുടെ പ്രാർത്ഥനയെ തടയാൻ ആർക്കും പറ്റത്തില്ല. പണ്ട് ദാനിയേലിന്റെ പ്രാർത്ഥന പ്രാർത്ഥന മറുപടി തടഞ്ഞ ഇന്ന് നമ്മുടെ പ്രാർത്ഥന തടയാൻ ആർക്കും പറ്റത്തില്ല. കാരണം ആ പ്രാർത്ഥന എത്തുക തന്നെ ചെയ്യും. കാരണം ദൂതന്മാര് അങ്ങനെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വായനൊരു റിക്വസ്റ്റ് വേണം, അത് എടുത്തുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് കയറി ഞാൻ മറുപടിയും കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന ഹാലേലിയാണ് അമ്മ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ തടയാനൊന്നും പറ്റത്തില്ല. ഹാലേലിയ അത് നമ്മുടെ ഉള്ളിലേക്ക് ആ വിശ്വാസത്തോട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ യാചിക്കുന്നില്ല, നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വേണം, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു എന്ന്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനകളായിരിക്കണം കേട്ടോ, അല്ലാതെ കയറിയിട്ട് കർത്താവ് എനിക്ക് ലോട്ടറി അടിക്കണേ,
എനിക്ക് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം കിട്ടണമെന്നൊക്കെ ആയിരിക്കില്ല പ്രാർത്ഥന. ഹലെ, അതൊന്നും പ്രാർത്ഥന ദൈവം ഹലെ കേൾക്കുമെന്ന് ഞാൻ പറയത്തില്ല. ഹലെ, ഇവിടെ ഹലെ അത് അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഹലെ ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, ആ വചനത്തിന്റെ പ്രകാശനം നമുക്ക് ലഭിച്ചിരിക്കുകയാണെങ്കിൽ, ആ ബുദ്ധി നമുക്ക് ഉണ്ടെങ്കിൽ ഹലെ നമ്മൾ എപ്പോഴും ഹലില് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മളെ ഹാലയില് നമ്മളെ ഹാല ഓരോ ചിന്തകളിട്ട് ഭാരങ്ങളിട്ട് നമ്മളെ തളർത്തി കളയാനോ ഒതുക്കി കളയാനോ ഒരു പൈശാചിക മണ്ഡലത്തിനും സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും നമുക്ക് വേണ്ടുന്നത് വചനം നമ്മിൽ പ്രകാശിക്കണം. വചനത്തിന്റെ ബുദ്ധി ഹാലേലിയ അത് നമ്മൾ പ്രകാശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലിയ. ബാക്കിയുള്ള ഭാഗമൊക്കെ വായിച്ചത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഹാലേലിയ. ഈ വചനത്തെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.